ഇതിൻ്റെ നിർമ്മാണത്തിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഒരുപാട് ബോട്ടിലുകൾ ഞാനിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അനുയോജ്യമായ ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ എടുക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലും ഇതിന് സാധിക്കും, പക്ഷേ കുറച്ചും കൂടി ഭംഗി ഗ്ലാസ് ബോട്ടിലായിരിക്കും. ഇതിൻ്റെ സ്റ്റിക്കറുകളൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വരച്ച് കഴുകിയാൽ അത് പോകും. അതിനുശേഷം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോള് അടിക്കേണ്ടതുണ്ട്. അതിന് ഗ്ലാസ് തുളക്കാനുള്ള ഡ്രിൽ ബിറ്റ് കിട്ടും. അത് വെച്ചിട്ട് നോർമൽ ഏതെങ്കിലും ഡ്രിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് അത് തുളക്കുക. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ തുളച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ബോട്ടിലിന് താങ്ങി നിർത്താവുന്നതും അതിലൂടെ വെള്ളം സപ്ലൈ ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു ട്യൂബാണ് ആവശ്യം. ഞാൻ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന ട്യൂബാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. PVC പൈപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിലൊരു ഹോൾ അടിച്ചു കൊടുക്കുക. ഈ ഹോളിലൂടെ വേണം നമുക്ക് ആ ട്യൂബ് കടത്തിവിടാൻ. ഈ ട്യൂബും ഹോളും കുപ്പിയുടെ ഹോളും ഒരേ ലെവലിൽ വരത്തക്ക രൂപത്തിലാണ് നമുക്കത് സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പശകൾ ഉപയോഗിച്ചിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അതുപോലെ MCL മാതിരിയുള്ള ഡബിൾ പാക്ക് എപ്പോക്സികൾ ഉപയോഗിച്ചിട്ട് നമുക്കത് ഉറപ്പിച്ച് നിർത്താവുന്നതാണ്. കോപ്പർ ട്യൂബിൻ്റെ ഒരറ്റം ഞാൻ ചെറുതായി റൗണ്ട് ചെയ്ത് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് ട്രേയിലാണ്. പ്ലാസ്റ്റിക് ട്രേയിലോ അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള അക്വേറിയം ഉണ്ടെങ്കിൽ അക്വേറിയത്തിലോ നമുക്കത് സെറ്റ് ചെയ്യാം. അക്വേറിയത്തിലാകുമ്പോൾ പ്ലാസ്റ്റിക് ട്രേൻ്റെ ആവശ്യമില്ല. താഴെ അതിനനുസരിച്ച് കല്ലുകളും കാര്യങ്ങളും വെച്ചിട്ട് നമുക്കതിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് വരിക. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു പ്ലേറ്റ് എന്തെങ്കിലും ഒരു ഷീറ്റ് കൊണ്ട് നമുക്കിത് മറക്കണം. ഈ മറക്കുന്ന ഈ പ്ലാസ്റ്റിക് ഹോളിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇനി സബ്മേഴ്സിബിൾ മോട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. അപ്പോൾ ഈ ഷീറ്റിൽ ഞാനൊരു ഹോൾ അടിച്ചിട്ടുണ്ട്. ഈ ഹോളിന് ഉള്ളിലൂടെയാണ് ആ ട്യൂബ് കടത്തി വെക്കുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് ബോട്ടിലും ഒക്കെ നമുക്ക് പശ വെച്ചിട്ട് എപ്പോക്സികളൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 12 വോൾട്ട് DC-യുടെ ഒരു സബ്മേഴ്സിബിൾ മോട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് AC-ക്കുള്ള സബ്മേഴ്സിബിൾ മോട്ടറും കിട്ടും. കുറച്ചുകൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി നേരിട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 12 വോൾട്ടിൻ്റെ മോട്ടർ ഉപയോഗിക്കുന്നത്. വാട്ടർ പ്രൂഫായിട്ടുള്ള 12 വോൾട്ടിൻ്റെ ഒരു LED സ്ട്രിപ്പ് ആവശ്യമായ വലുപ്പത്തിൽ നമ്മൾ മുറിച്ചെടുക്കുക. ഇതിന് ലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുറമെ അൾട്രാസോണിക് സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫോഗർ അല്ലെങ്കിൽ വാട്ടർ മിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ സാധനം കിട്ടും. അത് 12 വോൾട്ടിന് പകരം 24 വോൾട്ടിനാണ് വർക്ക് ചെയ്യുക. എന്നിരുന്നാലും 12 വോൾട്ടിൽ കുറഞ്ഞ രൂപത്തിൽ വർക്ക് ചെയ്യും. അതിൽ തന്നെ LED ഉണ്ടാവും. നമ്മൾ വെച്ച ഷീറ്റിൻ്റെ ഒരു സൈഡിൽ ഹോൾ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലാണ് ഇത് വെക്കേണ്ടത്. മോട്ടർ അടിയിൽ കൊടുക്കണം. അതിനോട് കൂടെ തന്നെ ഇതിന് കണക്ഷനും കൊടുക്കണം. മോട്ടർ നമ്മൾ ഈ ട്യൂബിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ പൈപ്പ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ അത് സെറ്റാവാൻ സാധ്യത വളരെ കുറവാണ്. ഈ റബ്ബർ ട്യൂബ് വാഷിംഗ് മെഷീൻ, AC അതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കടകളിൽ കിട്ടും. അതുപോലെ തന്നെ വേണമെങ്കിൽ 2 ടൈറ്ററും കൊടുക്കാം. ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈറ്റർ കൊടുക്കുന്നത്. റബ്ബർ ട്യൂബ് ആകുമ്പോൾ വൈബ്രേഷനൊക്കെ അതിൽ കുറച്ചൊക്കെ ചേർക്കും. അപ്പോൾ അത് ഊരി പോരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇപ്പോൾ ട്യൂബിൻ്റെ ഒരു അറ്റത്ത് റബ്ബർ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ അറ്റത്ത് നമ്മൾ മോട്ടർ കൊടുക്കണം. ടൈറ്റർ സ്പ്രിങ്ങും അതിനോട് കൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം മറ്റൊരു ബോട്ടിൽ എടുത്തിട്ട് നമുക്കതിൻ്റെ നെക്കിലുള്ള പ്ലാസ്റ്റിക് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ അതാ ഈ കാണിച്ച ഭാഗത്ത് നമുക്ക് ബോട്ടിൽ 2ആയി കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ നമുക്ക് നോർമൽ ഗ്ലാസ് കട്ടർ എടുത്തിട്ട് നല്ല രൂപത്തിൽ അത് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് നല്ല തിളച്ച ചൂട് വെള്ളത്തിലേക്ക് അത് മുക്കി വെച്ചാൽ ആ ഭാഗത്തിൽ അടർന്നു പോരും. ഇപ്പോൾ ഗ്ലാസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂർച്ചയുള്ള അരികു വശങ്ങളൊക്കെ നമ്മൾ സാൻഡ് പേപ്പറിൽ വെച്ച് ഉരസി അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പ്ലേസ് ചെയ്ത ഷീറ്റിൻ്റെ മുകളിൽ ഒരു ഹോൾ അടിക്കണം. ഈ ഹോളിലേക്കാണ് നമുക്ക് ഈ ഗ്ലാസ് പീസ് കട്ട് ചെയ്ത പീസ് ഇറക്കി വെക്കേണ്ടത്. ഈ ഗ്ലാസ് പീസ് വെക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗർ നമ്മളതിൽ ചോട്ട് പ്ലേസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ശരിയായ രൂപത്തിൽ ഒന്ന് ഉറപ്പിച്ചെടുക്കണം. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം അളവുകളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പശകൾ ഉപയോഗിച്ചിട്ട് എല്ലാ സംഗതികളും അതാതിൻ്റെ ഭാഗത്ത് ഒട്ടിക്കാൻ പറ്റുന്നതൊക്കെ ഒട്ടിച്ചു വെക്കുക. അതുപോലെ തന്നെ വെള്ളം കടക്കാത്ത രൂപത്തിൽ ഇതിൻ്റെ കേബിളുകളൊക്കെ ഇൻസുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ കണക്ഷനിലൊക്കെ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി തട്ടുമ്പോൾ വൈദ്യുത വിശ്ലേഷണം നടക്കുന്നതോടുകൂടെ തന്നെ ഈ കമ്പികളൊക്കെ നുരുമ്പിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. ഫോഗർ നേരിട്ട് നമ്മൾ സൈനോ അക്രിലേറ്റ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കോപ്പർ ട്യൂബ് പ്ലേസ് ചെയ്യുകയാണ്.
പുറമെ അതിൻ്റെ മോട്ടോർ നമ്മളതിൽ ഒട്ടിച്ചു വെക്കണം. ഇത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചുള്ള ഷീറ്റിലെ ഹോളുകൾ കറക്റ്റായ രൂപത്തിൽ തന്നെ ചെയ്യണം. അതിനാണ് നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കിയത്. അതിന് ശേഷം ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള LED സ്ട്രിപ്പ്, നിയോൺ LED സ്ട്രിപ്പ് എന്നാണ് ഇത് പറഞ്ഞാൽ കിട്ടും. ഇതും ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. 5 മീറ്ററിൻ്റെ ആണ് കിട്ടുക. നമുക്ക് ആവശ്യമായ രൂപത്തിൽ അത് മുറിച്ചെടുക്കുക. 10 സെൻറ്റിമീറ്റർ രൂപത്തിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ റൗണ്ടാക്കി മടക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ കുപ്പിയിലേക്ക് ഇത് വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം അതിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനും ഹോട്ട് ഗ്ലൂ ഗൺ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. LED സ്ട്രിപ്പിൻ്റെ വെളിച്ചം മുകളിലേക്ക് വരത്തക്ക രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലൈറ്റ് മുകളിലത്തെ കുപ്പിയിൽ നിന്ന് ചാടുന്ന ആ വെള്ളത്തിലേക്ക് കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ സ്ട്രീം നല്ല ലൈറ്റിങ്ങിലായിട്ട് രാത്രി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ലൈറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുപ്പി ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്തിട്ട് വേണം ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ. മറ്റേ വെള്ളത്തിൻ്റെ ഒരു അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിക്കില്ല. പുറമെ ഇനി നമുക്ക് ഇത് നേരത്തെ അടിച്ച ഷീറ്റിൻ്റെ ഹോളിലേക്ക് ഇത് ഗ്ലൂ വെച്ചിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം. ഇതിൽ നമ്മൾ വെള്ളം ഇതിലൂടെ ലീക്ക് ആവാതിരിക്കാൻ നന്നായ രൂപത്തിൽ എല്ലാ ഹോളുകളും പിന്നെ ഫില്ലായ രൂപത്തിൽ നമ്മൾ പശ കൊടുത്തിട്ട് അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ട്രേൻ്റെ മുകളിലാണല്ലോ നമ്മൾ ഈ ഷീറ്റ് വെച്ചിട്ടുള്ളത്. ഈ ഷീറ്റിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഇത് ഇളകാതിരിക്കാൻ. പുറമെ നേരത്തെ ജോയിൻ ചെയ്ത എല്ലാ വയറുകളും കൂടി പുറത്തേക്ക് കണക്ഷന് വേണ്ടിയിട്ട് കേബിൾ ഇട്ടിട്ടുണ്ട്. കോപ്പർ ട്യൂബ് പുറത്തേക്ക് വന്നല്ലോ. അപ്പോൾ ഈ കോപ്പർ ട്യൂബിന് കുറച്ചും കൂടി ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഷീറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത ഒരു സ്റ്റാർ നമ്മൾ ഹോളടിച്ചിട്ട് മുകളിലൂടെ താഴെ വെച്ച് ഒട്ടിക്കുകയാണ്. എന്നാൽ ഈ കുപ്പി ഹോൾഡ് ചെയ്യുമ്പോൾ വൈബ്രേഷനൊന്നും വരാതിരിക്കാനും കുറച്ചും കൂടി ഉറപ്പ് കിട്ടാനും ഇങ്ങനൊരു സാധനം വെച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ നന്നായി ഒട്ടിപ്പിടിച്ചതിന് ശേഷം ട്യൂബ് ഇളകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബോട്ടിൽ മുകളിലേക്ക് ഉറപ്പിച്ച് വെക്കാം. മേലെയുള്ള ഗ്ലാസ് ബോട്ടിലിൽ നിന്ന് വെള്ളം താഴെയുള്ള കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ഭാഗത്തേക്ക് ചാടുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പുറത്തേക്ക് പോകാത്ത രൂപത്തിൽ ഓവർഫ്ലോ ഇല്ലാത്ത രൂപത്തിലും വേണം ചെയ്യാൻ. ഇനി ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം ഈ ട്യൂബും ഗ്ലാസ് ബോട്ടിലും ഗ്ലൂ ഇട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സൈനോ അക്രിലേറ്റ് ഗ്ലൂ ഉപയോഗിക്കാം. ശേഷം നമുക്ക് എംസീൽ ഉപയോഗിച്ച് സീൽ ചെയ്യാം. ഗ്ലൂ ഇടുന്ന സമയത്ത് PVC പൈപ്പിൻ്റെയും ബോട്ടിലിൻ്റെ ഇടക്കും ഗ്ലൂ നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് ട്രേൻ്റെ സൈഡിലേക്ക് നമ്മൾ എന്തെങ്കിലും ഷീറ്റ് വെച്ച് മറക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൽ തന്നെ അതിന് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് അതിൽ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് ട്രേൻ്റെ 4 ഭാഗത്തും അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള DC വോൾട്ട് കൊടുക്കാനുള്ള ഒരു സോക്കറ്റും ഒരു സ്വിച്ചുമാണ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. എല്ലാ വശവും ഗ്ലൂ ഇട്ട് ഉറപ്പിക്കുമ്പോൾ ഈ ഷീറ്റ് പുതുതായിട്ട് വെക്കുന്ന ഷീറ്റിൻ്റെ ഇടക്ക് ഉൾവശത്ത് ചെറിയ പീസുകളൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അത് ബലത്തോടെ നിന്നോളും. ഇനി വെള്ളം ഫില്ല് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ടാങ്കിനുള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോഗർ മൂടത്തക്ക രൂപത്തിൽ വേണം വെള്ളം നിർത്താൻ. വെള്ളം നിറച്ചതിന് ശേഷം നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം കട്ട് ചെയ്ത ബോട്ടിലേക്ക് തന്നെ കറക്റ്റായിട്ട് വെള്ളം ചാടുന്നുണ്ട്. ചെറുതായി ഫോഗിങ്ങും കാണാം.